ഹായ് ഹലോ എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൈക്കോളജി കേട്ടറ്റ് കാറ്റഗറി 2ൻ്റെ വെരി ഫസ്റ്റ് ക്ലാസ് ആണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് നമ്മുടെ ക്ലാസ് വരുന്നത് കേട്ടോ. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? വളർച്ചയാണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വികാസമാണ് അല്ലേ, അല്ലെങ്കിൽ വികസനം എന്നൊക്കെ പറയാം. അതായത് നമ്മളിപ്പോൾ പറയും നമ്മുടെ കൺട്രിക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായോ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായോ എന്ന് പറഞ്ഞാൽ എന്താ? മുൻപ് എങ്ങനെയായിരുന്നു അതിൽ നിന്നും ഒരു വ്യത്യാസം അല്ലെ, ഒരു പുതുമ, അങ്ങനെയൊക്കെ ഓവറോൾ ആയിട്ടുള്ള ഒരു വികാസം നമുക്ക് കാണാൻ സാധിക്കണം. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരഭാഗങ്ങളിൽ വരുന്ന വളർച്ചയിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മീനിങ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലേക്ക് കടന്നാൽ, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ചേഞ്ചസ്, എന്തിൽ വരുന്ന ചേഞ്ചസ്? ഇൻ സൈസ്, വെയ്റ്റ് ആൻഡ് നമ്പേഴ്സ്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രോത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ടേം ഗ്രോത്ത് റെഫേഴ്സ് ടു ഡൈമെൻഷണൽ ഓഗ്മെന്റേഷൻ, സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ഓർ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ്. ക്വാണ്ടിറ്റി ആണത്, അതൊരു ക്വാണ്ടിറ്റി ആണ്, നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. വി ക്യാൻ മെഷർ ദാറ്റ്. But in the case of development, it is a qualitative thing. അതൊരു ക്വാളിറ്റിയാണ്. നമ്മൾ പറയില്ലേ, ആ മനുഷ്യൻ പണ്ടത്തെ പോലെയൊന്നും അല്ല, ആൾക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരു പുതിയ മനുഷ്യനായി, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനായി മാറി. അല്ലെങ്കിൽ ചിലരോട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും, ഓ ആ മനുഷ്യൻ എന്തൊരു ക്വാളിറ്റിയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഡെവലപ്മെൻറ്റ്. അതൊരു ഡെവലപ്മെൻ്റ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് എ പ്രോഗ്രസീവ്, orderly and meaningful changes leading to the goal of maturity. അപ്പം മെച്യൂരിറ്റീനെ അല്ലെങ്കിൽ മെച്യൂരിറ്റി കാരണം നമുക്കുണ്ടാവുന്ന ഒരു സംഭവമാണ്, ഒരു ഗോളാണ് എന്താണെന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു കണക്ഷൻ കിട്ടി. എന്ത് കണക്ഷനാണ് കിട്ടിയത്? ഈ മെച്യൂരിറ്റിയാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്തിലേക്കുള്ളത്? ഡെവലപ്മെൻറ്റിലേക്ക് ട്രാവൽ ചെയ്യാനുള്ളത്. ഇനി ഇതിനെപ്പറ്റി കുറച്ച് സൈക്കോളജിസ്റ്റുകൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹൊർലോഗ് പറയുന്നത് ഓർഡർലി പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആസ് എ റിസൾട്ട് ഓഫ് മെച്യൂറേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. അപ്പം ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ വന്നിട്ടുള്ള ആ എക്സ്പീരിയൻസിനനുസരിച്ച് ആ സിറ്റുവേഷൻസ് ഏതൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്, നമുക്ക് അടിപൊളിയല്ലാത്ത അല്ലെങ്കിൽ സാഡ് ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസിലൊക്കെ കടന്നു പോകേണ്ടി വന്നാൽ എന്താ സംഭവിക്കുക? നമ്മൾ അതിൽ നിന്ന് കുറച്ചധികം എക്സ്പീരിയൻസ് പഠിച്ചെടുക്കൂലേ. ആ എക്സ്പീരിയൻസിലൂടെ നമ്മൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു മെച്യൂരിറ്റി ഉണ്ട്, ഉണ്ടാവാൻ പോകുന്ന ഒരു മെച്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടായി കാണുന്ന ഒരു മെച്യൂരിറ്റി ഉണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട്, ഓവറോൾ റിസൾട്ടിനെയാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കാൻ സാധിക്കുക. ഇനി ലൈബർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? Development as a process of change in growth and capacity over time as a function of both maturation and interaction with the environment. And environment തന്നെ. മറ്റേത് എന്താണ്? എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴും എന്താണ്? എക്സ്പീരിയൻസ് നമ്മളായിരിക്കുന്ന എൻവയോൺമെൻറ്റിൽ നിന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ തന്നെയാണല്ലോ, ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് മെച്യൂറേഷൻ ഇവിടെ ഉണ്ട്, ഹെർലോക്ക് പറഞ്ഞെങ്കിലും മെച്യൂറേഷൻ ഉണ്ട്, ഇവിടെ ഇൻട്രാക്ഷൻ വിത്ത് ദ എൻവയോൺമെൻറ്റും കൂടി ആഡ് ഓൺ ആയി. ക്രോ പറയുന്നത് എന്താണ്? ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്, സൈക്കോളജിക്കലി വരുന്ന ചേഞ്ചസ് ആണ്. നമ്മുടെ ഹൈറ്റ് കൂടാം, നമ്മൾക്ക് എന്താ പറയുക, വണ്ണം വയ്ക്കാം, വണ്ണം കുറയാം, ഇങ്ങനെയുള്ള സൈക്കോളജിക്കലി ഉള്ള മാറ്റങ്ങളെയാണ് ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. അതിൽ നിന്നും ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ഗ്രോത്ത് ആസ് വെൽ ആസ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ പാറ്റേണിൽ, നമ്മുടെ ക്യാരക്ടറിൽ, അതിലൊക്കെ വരുന്ന നമ്മുടെ പെരുമാറ്റ രീതിയിൽ വരുന്ന വ്യത്യാസങ്ങളെയാണ് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡെവലപ്മെൻറ്റ് ഒരിക്കലും മെഷർ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. പക്ഷേ ഗ്രോത്ത് നമുക്കിപ്പോൾ നമ്മുടെ ഹൈറ്റ് മെഷർ ചെയ്യാൻ സാധിക്കില്ലേ, നമ്മുടെ വണ്ണം മെഷർ ചെയ്യാൻ സാധിക്കില്ലേ, അതാണ് ഡിഫറൻസ് കേട്ടോ. പക്ഷേ നമ്മുടെ ബിഹേവിയർ പാറ്റേൺ മെഷർ ചെയ്യാൻ പറ്റുമോ? അതാണ് ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അതുതന്നെയാണ് നമ്മൾ പറയുന്നത്. എന്താണ് പറയുന്നത്? ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റിൽ, സൈസിൽ, വെയ്റ്റിൽ, പവർ, ഇതൊക്കെ വരുന്നതാണ്. ഒബ്സർവബിൾ ആണ് ഗ്രോത്ത്, മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗ്രോത്തിനെ ക്വാണ്ടിറ്റേറ്റീവ് തിങ് എന്നാണ് വിളിക്കുക കേട്ടോ, മെഷർ ചെയ്യാൻ കഴിയുന്നത് കൊണ്ട്. ഡെവലപ്മെൻറ്റ് എന്താണ് പറയുന്നത്? ഒരു മനുഷ്യൻ്റെ സ്ട്രക്ചറിൽ വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിഹേവിയറൽ പാറ്റേണിലൊക്കെ വരുന്നിട്ടുള്ള ഒരു മാറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇത് ഒരിക്കലും എന്തിന് സാധിക്കില്ല? നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ക്വാളിറ്റേറ്റീവ് തിങ് എന്നാണ് പറയുക കേട്ടോ. ഡെവലപ്മെൻറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് തിങ് ആണ്. പക്ഷേ നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് തിങ് ആണ്. ഗ്രോത്ത് ക്യാൻ ബി മെഷേർഡ്, but in the case of development can't
be measured or cannot be measured. So മേജർ ഡിഫറൻസ് നമുക്ക് ടേബിളിൽ നോക്കാം. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ പറയുന്ന പോലെ ഗ്രോത്ത് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ദ പെർട്ടിക്കുലർ ആസ്പെക്ട്സ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഓരോ ആസ്പെക്ട്സ് ഡെവലപ്പായി വരുന്നു, അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു ചേഞ്ചസ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓവറോൾ ഒരു മനുഷ്യന്റെ ആ ഒരു ചേഞ്ചസിനെയാണ് കാണിക്കുന്നത്. അത് അദ്ദേഹം ഒരു ഇൻഡിവിജ്വലായി മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു പേഴ്സണായിട്ട് മാറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓവറോൾ ബിഹേവിയറിൽ ഉണ്ടാവുന്ന പാറ്റേൺ ചേഞ്ചസ് ആണ്. സമൂഹത്തോട് എങ്ങനെ പെരുമാറുന്നു, നല്ല രീതിയിൽ പെരുമാറുമ്പോൾ നമ്മൾ പറയും ആ മനുഷ്യൻ നല്ലൊരു ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ് കേട്ടോ. അത് അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. അത് അദ്ദേഹത്തിൻ്റെ മെച്യൂരിറ്റി കൊണ്ടാണ് ആ ഡെവലപ്മെൻറ്റ് വരുന്നത്. ആൻഡ് ഇറ്റ് റെഫേഴ്സ് ടു ഗ്രോത്ത് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെയാണെന്നുണ്ടെങ്കിലോ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ് അല്ലേ. ഓക്കെ. ഗ്രോത്ത് ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ലൈഫ്. നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ ഹൈറ്റ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല. വണ്ണത്തിൻ്റെ കാര്യം നമ്മൾ പറയുന്നില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു പെർട്ടിക്കുലർ ഏജ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗ്രോത്ത് പാറ്റേൺ പതുക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഏകദേശം ഒരു പാറ്റേണിലേക്ക് ഒരു കണ്ടിന്യൂസ് ഫീൽഡിലേക്ക് നമുക്ക് വന്നിട്ടുണ്ടാവും അല്ലേ. ഇറ്റ് സ്റ്റോപ്സ് വിത്ത് ദ അറ്റൈൻമെന്റ് ഓഫ് മെച്യൂരിറ്റി. ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിലോ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യം, നമ്മുടെ എക്സ്പീരിയൻസ് അത് മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് തന്നെ നമ്മളുടെ ഉള്ളിലെ ബിഹേവിയറൽ പാറ്റേൺസിന് ക്രോ പറഞ്ഞ പോലെ അല്ലേ, ബിഹേവിയറൽ പാറ്റേൺസിന് ചേഞ്ച് വരും. ഈ ബിഹേവിയറൽ പാറ്റേൺസിന് ചേഞ്ച് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന എൻവയോൺമെൻറ്റിലുള്ള വ്യത്യാസങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യ വ്യത്യാസങ്ങൾ, ഇതിനനുസരിച്ചാണ് നമുക്ക് നമ്മുടെ മെച്യൂരിറ്റീനെ നമ്മൾ പാകപ്പെടുത്തുന്നത്. സോ അതിനനുസരിച്ചിട്ടാണ് ഈ ചേഞ്ചസ് ഒക്കെ നമുക്ക് വരുന്നത്. ആൻഡ് ഗ്രോത്ത് ഈസ് എ നാരോ ഇൻ ഇറ്റ്സ് മീനിങ് ആൻഡ് ഇറ്റ് ഈസ് ഓൺലി വൺ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റൽ പ്രോസസ്സിൻ്റെ ഒരു ചെറിയ കണിക മാത്രമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഗ്രോത്ത് ഇല്ലെങ്കിലും ഡെവലപ്മെൻറ്റ് സംഭവിക്കാം. ഇപ്പോൾ ഒരു ഹൈറ്റ് കുറഞ്ഞ മനുഷ്യന് ഡെവലപ്മെൻറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആ ആളും ഒരു നല്ലൊരു പേഴ്സൺ ആണ്, ആളും പല ബിഹേവിയറൽ പാറ്റേൺസ് ചേഞ്ച് വരുത്തിയിട്ടുണ്ടാവാം. സോ ദാറ്റ് മീൻസ് ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ ഇറ്റ്സ് ഡെവലപ്മെൻ്റ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പം ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ആസ്പെക്ട്സ് മാത്രമാണ്. ഗ്രോത്ത് ഇല്ലെങ്കിലും അവിടെ ഡെവലപ്മെൻറ്റ് സംഭവിക്കും. അപ്പം ഇവർ ഇന്റർ റിലേറ്റഡ് ഒന്നും അല്ല. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബി ബ്രിങ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു ഡെവലപ്മെന്റ് വരാം. അതായത് അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും എല്ലാം ഉള്ളൊരു മനുഷ്യനാണ് ഡെവലപ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യനാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ചിലപ്പോൾ ആയിരിക്കാം. അതുപോലെ തന്നെ ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനായിരിക്കാം. അപ്പം ഇത് രണ്ടും ഇന്റർ റിലേറ്റഡ് അല്ല. ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിതൗട്ട് ഗ്രോത്ത് ആൻഡ് ദ ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രോത്ത് ആർ ഒബ്സർവബിൾ. നമ്മൾ പറഞ്ഞു ക്വാണ്ടിഫൈഡ് ആണ്. സോ ഒബ്സർവ് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ബട്ട് ദ കേസ് ഓഫ് ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിലോ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല. അതൊരു ക്വാളിറ്റി ആണ് കേട്ടോ, അത് ക്വാണ്ടിഫൈഡ് അല്ല. കാരണം നമ്മുടെ ബിഹേവിയറൽ പാറ്റേണിൽ വരുന്ന വ്യത്യാസങ്ങളല്ലേ, അതെങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും, മെഷർ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഗ്രോത്ത് ഈസ് ഫിസിക്കൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻ നേച്ചർ. ബോഡി സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങളാണ്. സോ അതുകൊണ്ട് അത് ഫിസിക്കലാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ ആണ്, അതുപോലെ തന്നെ ഫിസിക്കലാണ്. അത് ഗ്രോത്ത് ഇതിൻ്റെ ഒരു ആസ്പെക്ട്സ് ആയതുകൊണ്ട് സോഷ്യലാണ്, ഇൻ്റലക്ച്വൽ ആണ്, അങ്ങനെ പോകുന്നു. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിനോട് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു മെച്യൂറേഷൻ ആണ്. ദാറ്റ് മീൻസ് അത് സോഷ്യലാണ്. എൻവയോൺമെൻറ്റിനോട് ഇൻട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്നായിരിക്കാം, സൊസൈറ്റിയിൽ നിന്നായിരിക്കാം അല്ലേ, അതിലൊക്കെ ആയിരിക്കും നമുക്ക് ഈ എക്സ്പീരിമെൻറ്റ്സ് കിട്ടുന്നത്. അതിനെ ബേസ് ചെയ്താണ് ബിഹേവിയറൽ പാറ്റേൺസ് ചേഞ്ച് വരുന്നത്. സോ അത് സോഷ്യൽ തിങ് ആണ്, ഇമോഷണൽ തിങ് ആണ്, ഇൻ്റലക്ച്വൽ തിങ് ആണ്. ഡെവലപ്മെൻറ്റ് ഫങ്ഷണൽ ആണെങ്കിൽ ഗ്രോത്ത് സ്ട്രക്ചറലാണ്. സ്ട്രക്ചറിൽ വരുന്ന മാറ്റമാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് എന്തൊക്കെയാണ്? ഈ പറഞ്ഞ കാര്യങ്ങളെ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഗ്രോത്ത് പ്രൊസീഡ്സ് മോർ റാപ്പിഡ്ലി, പെട്ടെന്ന് സംഭവിക്കാം. ആൻഡ് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് നോട്ട് യൂണിഫോം. നമ്മുടെ ഇപ്പം ബോഡി സ്ട്രക്ചർ തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഒരു യൂണിഫോം ആയിരിക്കില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ചിലപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിനേക്കാളും ഇച്ചിരി വണ്ണം കൂടുതലായിരിക്കും. അപ്പം
അതുപോലെ തന്നെ യൂണിഫോം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഗ്രോത്ത് ഈസ് എ ഗ്രാജുവൽ ബട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ. ദ ടെമ്പോ ഓഫ് ഗ്രോത്ത് ഈസ് നോട്ട് ഈവൻ, ഒരുപോലെ ആയിരിക്കത്തില്ല. ആൻഡ് ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. ഗ്രോത്ത് ഫോളോസ് ഡെഫിനറ്റ് സീക്വൻസ് ആൻഡ് പ്രെഡിക്റ്റബിൾ പാറ്റേൺസ്. ഇപ്പം നമ്മളോട് പണ്ടുള്ളവരൊക്കെ പറയാറില്ലേ, ഓ ഈ കുട്ടി അധികം ഹൈറ്റ് വെക്കില്ല കേട്ടോ, ഈ കുട്ടി അധികം ഹൈറ്റ് വെക്കും കേട്ടോ. അതായത് ഒരു പ്രെഡിക്റ്റബിൾ പാറ്റേണിൽ പോകുന്നതാണ് നമ്മുടെ ബോഡി സ്ട്രക്ചറിലെ മാറ്റങ്ങൾ. ഇറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. എല്ലാ ബോഡിയിലും ഒരേപോലെ ഈ വളർച്ച സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. ഗ്രോത്ത് ഈസ് നോട്ട് യൂണിഫോം. എല്ലാ ഇൻഡിവിജ്വലിലും യൂണിഫോം അല്ല അല്ലേ, നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളൊരു സംഭവമാണ് അല്ലേ. ചിലർ ഹൈറ്റ് വയ്ക്കും, ചിലർ ഹൈറ്റ് വയ്ക്കില്ല, ചിലർ നല്ല വണ്ണമുള്ളവരായിരിക്കും, ചിലർ വണ്ണം കുറഞ്ഞവരായിരിക്കും അല്ല. നമ്മൾ പറയില്ല എന്ത് കഴിച്ചാലും വണ്ണം വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ പച്ചവെള്ളം കുടിച്ചാൽ വണ്ണം വയ്ക്കും. അപ്പം ഇങ്ങനെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളതാണ്. ബോത്ത് ദ പാറ്റേൺ ആൻഡ് റേറ്റ് ഓഫ് ഗ്രോത്ത് ക്യാൻ ബി മോഡിഫൈഡ് by conditions internal and external to the body. അപ്പോൾ എന്താണ് ബോത്ത് ദ പാറ്റേൺ ആൻഡ് റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് മോഡിഫൈഡ് ബൈ ദ കണ്ടീഷൻ, ഇന്റേണലും എക്സ്റ്റേണൽ കണ്ടീഷനും. ബോഡിയുടെ ഇന്റേണൽ കണ്ടീഷൻ എന്താണെന്ന് അല്ലെങ്കിൽ പുറത്തുള്ള എക്സ്റ്റേണൽ കണ്ടീഷൻ എന്താണ് എന്നതിനനുസരിച്ച് മോഡിഫൈ ചെയ്ത് മാറ്റാൻ പറ്റും. വണ്ണം കുറയ്ക്കാൻ പറ്റും, വണ്ണം വയ്ക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോഡിഫിക്കേഷൻ സാധിക്കും. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് വരുന്നത്? ഡെവലപ്മെന്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഹെറിഡിറ്റി പാരമ്പര്യമാണ്. ഈ പാരമ്പര്യം എന്നുള്ളത് നമുക്ക് പാരമ്പര്യ സ്വഭാവം, ചില ട്രേറ്റ്സുകൾ എത്രയൊക്കെ ആയാലും നമുക്ക് പാരമ്പര്യമായിട്ട് ലഭിക്കുന്നതുണ്ടായിരിക്കും. ആ പാരമ്പര്യമായിട്ട് ലഭിക്കുന്നതിനെ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളോടെ അങ്ങനെ ബിഹേവിയറൽ പാറ്റേൺ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നമ്മൾ നമ്മുടെ എൻവയോൺമെന്റിലോട് ഡിസ്കസ് ചെയ്തിട്ട് അതിനെ നമുക്ക് മാറ്റി മറ്റൊരു ബിഹേവിയറൽ പാറ്റേണിലേക്കും മൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ബിറ്റ്വീൻ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബുക്കിൽ നിന്ന് പഠിക്കുന്ന പഠനങ്ങളൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കുന്നതാണ്. അപ്പം അതിൽ നിന്നാണ് നമുക്ക് മെച്ചുറേഷൻ വരുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നമ്മളിപ്പോൾ പറയില്ലേ, പണ്ടുള്ളവർ പലതും ചെയ്യുന്നു, പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അത് ചിന്തിച്ച് മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്തുന്നു. അതായത് അതാണ് മെച്ചുറേഷനും ലേണിങ്ങിൻ്റെയും ഇൻട്രാക്ഷൻസിൽ വരുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ യുക്തിപരമായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തും. ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആൻഡ് ഗ്രാജുവൽ പ്രോസസ്സാണ്. ദിസ് ഈസ് ഓൾസോ അവിടെയുണ്ട്, നമ്മുടെ ഗ്രോത്തിലുണ്ട്. ഡെവലപ്മെൻറ്റ് ഒരു ഓർഡർലി സീക്വൻസ് ആണ്. ഡെവലപ്മെൻറ്റ് ക്യുമുലേറ്റീവ് ആണ്, പോസിറ്റീവ് പ്രോസസ്സാണ്. ഡെവലപ്മെൻറ്റ് ഒരിക്കലും ഒരു നെഗറ്റീവ് അല്ല. ഡെവലപ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട്, അതായത് നമ്മൾ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് ഒരിക്കലും ഒരു നെഗറ്റീവ് തിങ് ഉണ്ടാവുന്നില്ല. ഡെവലപ്മെൻറ്റ് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സാണ്. ഓരോ മനുഷ്യനും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും എക്സ്പീരിയൻസ് അവൻ്റെ ലൈഫിൽ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് അവൻ ലേൺ ചെയ്യുന്ന പാഠങ്ങൾ, അതായത് അവൻ പഠിക്കുന്ന പാഠങ്ങൾ ഡിഫറെൻ്റ് ആണ്. അതിനനുസരിച്ചിട്ടാണ് അവന് ഓരോ കാര്യങ്ങളും അവൻ്റെ ലൈഫിൽ മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വരിക. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഫുള്ളായിട്ടുള്ള ഒന്നിൽ നിന്നും ഒരു സ്പെസിഫിക് ആശയത്തിലേക്ക്, ഒരു കൺക്ലൂഷനിലേക്ക് പോകുന്ന ഒരു രീതിയാണ് ഡെവലപ്മെൻറ്റിന് ഉള്ളത്. Different aspects of development are interrelated. Development is predictable. Development is spiral, not linear. ഒറ്റൊരു വര പോലെ ഇങ്ങനെ ലീനിയർ ആയിട്ട് ഒറ്റൊരു വര പോലെ പോകുന്നതല്ല. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി, അങ്ങനെ ഒരു സ്പൈറൽ രീതിയിലാണ് പോകുന്നത്. സ്പൈറൽ എന്ന് പറയുമ്പോൾ സ്പൈറൽ കരിക്കുലം, അതൊക്കെ ആരുടെയാണ് ഇവിടെ ഓർമ്മിക്കുക കേട്ടോ. എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. എന്തിനാണ് ഇപ്പോൾ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ ഈ കേട്ടിട്ടിൽ പഠിക്കുന്നത്? ഒരു ടീച്ചർ അത് പഠിച്ചതിൻ്റെ ആവശ്യം എന്താണ്? ഇതിൻ്റെ ആവശ്യം മെയിനായിട്ട് എന്ന് പറയുന്നത്, തന്നെ മുൻപിലിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് അവർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളവരാണ്. അവരുടെ ഡെവലപ്മെൻറ്റും അതിനനുസരിച്ചാണ് വരുന്നത്. ഇപ്പോൾ ഒരു 60 സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ 60 സ്റ്റുഡൻസ് ഒരുപോലെയാണെന്ന് വിചാരിക്കരുത്. 30 സ്റ്റുഡൻസ് ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ 30 സ്റ്റുഡൻസും ഒരുപോലെയാണെന്ന് ചിന്തിക്കരുത്. അവർക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അവരുടെ ഗ്രോത്ത് പാറ്റേൺ ഡിഫറെൻ്റ് ആണ്, ഡെവലപ്മെൻറ്റ് പാറ്റേൺസ് ഡിഫറെൻ്റ് ആണ്. ആൻഡ് അവരായിരിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അവരുടെ ഓരോ ഡെവലപ്മെൻറ്റ് പാറ്റേൺസും മെച്യൂരിറ്റിയും ഒക്കെ ഉണ്ടാവുന്നത്, ബിഹേവിയറൽ പാറ്റേൺസ് ഒക്കെ വരുന്നത്. സോ ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. സോ ദ ടീച്ചർ ഷുഡ് ടേക്ക് കണ്ടിന്യൂസ് എഫേർട്ട് ടു അച്ചീവ് perfections in the various aspects of development of the child.
ചൈൽഡിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിദ്യാർത്ഥി ഏറ്റവും കൂടുതലായിരിക്കുന്നത് കുടുംബത്തിലുള്ളതിനേക്കാൾ കൂടുതൽ വിദ്യാലയങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടീച്ചർ, ഒരു ക്ലാസ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ആ ക്ലാസ് ടീച്ചർ ആയിരിക്കും ഇപ്പം നമ്മൾ ഈ കാറ്റഗറി 2 പഠിക്കുമ്പോൾ ഒരു 6 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റുഡൻസ് ടീച്ചറായിരിക്കും ഏറ്റവും കൂടുതൽ സമയം അവരുടെ ഒരു റോൾ മോഡലായിട്ട് അവരെടുക്കുന്നതല്ലേ, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടീച്ചർക്കാണ് അവരുടെ എല്ലാ ക്യാരക്ടർ ബിഹേവിയറൽ പാറ്റേൺസും ചിലപ്പോൾ വീട്ടുകാരേക്കാളും നന്നായിട്ട് അറിയാൻ പറ്റുക. വീട്ടിൽ ചിലപ്പോൾ ചില സ്വഭാവങ്ങളൊന്നും കുട്ടികൾ എടുക്കണമെന്നില്ല, പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സർക്കിളിൽ അവർ ചിലപ്പോൾ അത് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടീച്ചറാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ നല്ലൊരു ക്വാളിറ്റി ഉള്ള മനുഷ്യരാക്കി മാറ്റാനായിട്ട് ശ്രമിക്കേണ്ട കണ്ടിന്യൂസ് എഫേർട്ട് ഇടേണ്ടത്. Development is an individualized process. So each child should be helped along the development process within the sphere of his individual എബിലിറ്റി. അപ്പോൾ ടീച്ചർ മനസ്സിലാക്കണം, ഒരു സ്റ്റുഡൻറ്റിൻ്റെ പോലെയല്ല മറ്റൊരു സ്റ്റുഡൻറ്റ്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ എൻവയോൺമെൻ്റ് അല്ല മറ്റൊരു സ്റ്റുഡൻറ്റിന്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഹെറിഡിറ്റി അല്ല മറ്റൊരു സ്റ്റുഡൻറ്റിന്. അപ്പോൾ അതൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ സ്റ്റുഡൻറ്റിനോടും അപ്രോച്ച് ചെയ്യാൻ. ആൻഡ് ഡെവലപ്മെൻറ്റ് follows an orderly sequence. This knowledge helps the teacher to plan learning process and arrange suitable learning experiences so as to achieve maximum gains in terms of growth and development. ഇതിൽ എന്താ പറയുന്നത്? ഓർഡർലി സീക്വൻസ് ആണ്. ഇതെങ്ങനെയാണ് ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നത്? ലേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ്, എങ്ങനെ ക്ലാസ് എടുക്കണം, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഓവറോളായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ തൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റും ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും കരിക്കുലം ആ ടീച്ചർ തയ്യാറാക്കുന്നത്. Different aspects of development are interrelated and interdependent. This knowledge എന്താണ് ടീച്ചർക്ക് ഉണ്ടാക്കി മാറ്റുന്നത്? The teacher not to encourage the development of a particular aspect at the cost of another. മറ്റൊന്ന് ലഭിക്കാൻ വേണ്ടി സ്വഭാവം ഈ രീതിയിൽ മാറ്റണം എന്ന് ഒരിക്കലും ഒരു ടീച്ചർ പറയില്ല. കാരണം എല്ലാ ഡെവലപ്മെൻറ്റ്സും ഇൻ്റർ റിലേറ്റഡ് ആണ്. ഡെവലപ്മെൻറ്റ്സിൻ്റെ ആസ്പെക്ട്സുകളെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. The principle of interactions between heredity and environment reminds the teacher to arrange for the best environmental settings and experiences for children so that they can develop maximum within the limits of their genetic makeup. നമ്മുടെ ഫാമിലിപരമായിട്ട് പല സാഹചര്യങ്ങളും ഓരോ കുട്ടികൾക്കും ഉണ്ടായിരിക്കും. ഹെറിഡിറ്റി ആയിട്ട് കിട്ടിയിട്ടുള്ള, ഇൻബോൺ ആയിട്ട് കിട്ടിയിട്ടുള്ള പല ട്രീറ്റ്സും സ്വഭാവങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ അവർക്ക് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ശരിയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണം, തെറ്റാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും തിരുത്താനുമുള്ള നല്ലൊരു എൻവയോൺമെൻറ്റ് ടീച്ചർ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ പറയില്ലേ, വീട്ടിൽ നമ്മുടെ അമ്മ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് മദർ അല്ലെങ്കിൽ സെക്കൻഡ് ഫാദറായിട്ട് അവർ കാണുന്നത് ഈ ഒരു ഏജ് പാറ്റേണിൽ ആരെയാണ്? നമ്മുടെ വിദ്യാലയങ്ങളിലെ അധ്യാപകരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം? അവർക്ക് ഒരു ഗുഡ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് പഠിത്തത്തിന് വേണ്ടി മാത്രമല്ല, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ നല്ലൊരു ലിസണർ ആവേണ്ടത് ഇവിടെ അവരുടെ ഒരു സെക്കൻഡ് മദർ അല്ലെങ്കിൽ സെക്കൻഡ് ഫാദർ ആവേണ്ടത് ഓരോ അധ്യാപകരുമാണ്. അപ്പം അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു എൻവയോൺമെൻ്റ് ആണ്. ഈ എൻവയോൺമെൻറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ചിന്തിക്കും, ഓ അത് ശരിയാണോ, ഇത് ശരിയാണോ എന്നുള്ളത്. സോ ഇവിടെയാണ് ഒരു ഇൻട്രാക്ഷൻസ് വരുന്നത്. And the principles of growth and development help the teacher to mobilize for all-round development of the child rather than the development of a particular aspect. ഒരു സ്റ്റുഡൻറ്റ് നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻറ്റാണ്, പക്ഷെ ബിഹേവ് ചെയ്യാൻ ഒട്ടും അറിയില്ല. അപ്പോൾ ഇവിടെ ആ ടീച്ചർക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്? തെറ്റെന്താണോ ശരി എന്താണോ എന്ന് നല്ല രീതിയിൽ അടിച്ചും ഇതാക്കിയിട്ടൊന്നുമല്ല, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുട്ടിയുടെ കൂടെ ഇരുന്ന് എന്താണ് പ്രോബ്ലം. ഇപ്പോൾ 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെ ആയിട്ടുള്ള ഒരു കുട്ടിയും ഒന്നും മനസ്സിലൊരു റിവഞ്ച് വെച്ച് പെരുമാറുന്ന സ്റ്റുഡൻസ് അല്ല. അവർക്ക് എന്തെങ്കിലും ട്രോമാസ് മേ ബി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വീട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, അതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന അവരുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാവുന്ന വിഷയങ്ങൾ. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു ഗൈഡായിട്ട് അവിടെ നിൽക്കേണ്ടത് ഓരോ ടീച്ചേഴ്സുമാണ്. ഈച്ച് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ഹാസ് ഇറ്റ്സ് പോസിബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഇവിടെ ലിമിറ്റേഷൻസും ഉണ്ട്, പോസിബിലിറ്റിയും ഉണ്ട് ഗ്രോത്തിൻ്റെ സ്റ്റേജസിൽ കേട്ടോ. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ടീച്ചേഴ്സ് ഷുഡ് നോട്ട് എക്സ്പെക്ട് ഫ്രം pupils what is beyond to their stage of development. അതിനേക്കാൾ അപ്പുറത്തേക്ക്
ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഓരോ സ്റ്റുഡൻസിനെയും അവിടെ പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ 6ാം ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിന് 10ാം ക്ലാസ്സിലെ ഒരു ഡെവലപ്മെൻറ്റ് വേണമെന്നോ ഗ്രോത്ത് വേണമെന്നോ ഒരു ടീച്ചറും ധരിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് ഈസ് ഗ്രോത്ത് ആൻഡ് മീനിങ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഓൾസോ ദ ഡെവലപ്മെൻറ്റ്. അതുപോലെ 3 സൈക്കോളജിസ്റ്റ് അവർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു. 3 പേരും മെച്യൂറേഷൻ ആൻഡ് ഇൻട്രാക്ഷൻ വിത്ത് ദ എൻവയോൺമെൻറ്റ്, എക്സ്പീരിയൻസസ്, ചേഞ്ച് ഓഫ് ദ ബിഹേവിയർ പാറ്റേൺസ് ഒക്കെ തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ബിഗ് ഡിഫറൻസ് ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റി, മെഷറബിൾ ആണ്. പക്ഷെ ഡെവലപ്മെൻറ്റ് എന്തല്ല, മെഷറബിൾ അല്ല, ക്വാളിറ്റി ആണ്, ഫങ്ഷണൽ ആണ്, ഓവറോൾ ചേഞ്ചസ് ആണ്. ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് നമ്മുടെ ഫിസിക്കൽ ലൈഫ് സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങളാണ് ആൻഡ് ഇംപ്ലിക്കേഷൻസും പറഞ്ഞു. അപ്പം ഇത്രയും എല്ലാവർക്കും ഓക്കെ ആയി എന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അത് മറ്റൊരു വീഡിയോ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.